മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ വളരെ സീനിയർ ഓഫീസേഴ്സ്, അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ റിട്ടയർ ചെയ്യുന്ന സീനിയർ ഓഫീസേഴ്സിന് എല്ലാ മാസവും എൻ്റെ ക്ലാസ് ഉണ്ട്. ഇന്നലെ ഞാൻ പോയിരുന്നു. 30, 32, 33, 34, 35 വർഷം സർവീസ് ആയിട്ടുള്ള വ്യക്തികളുടെ റിട്ടയർമെന്റിനോടനുബന്ധിച്ചിട്ട് തികച്ചും വ്യത്യസ്തമായിട്ട് ജീവിത വീക്ഷണത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എടുത്തത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം യൂസ്ഫുൾ ആക്കണം, ഇനിയുള്ള ജീവിതമെങ്കിലും യൂസ്ഫുള്ള്, പർപ്പസ്ഫുള്ള്, ഫ്രൂട്ട്ഫുള്ള്, മീനിങ്ഫുൾ ആക്കണം. ആർക്ക് യൂസ്ഫുൾ ആക്കണം? നമ്മളുടെ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് യൂസ്ഫുൾ ആക്കണം. അങ്ങനെ യൂസ്ഫുൾ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സിൽ മാറ്റം വരുത്തണം. ആ മനസ്സിൽ മാറ്റം വരുത്താൻ എന്താ ചെയ്യേണ്ടത്? ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്, ദെൻ പ്രാക്ടീസിങ്. കുറേ കാര്യങ്ങൾ കേൾക്കണം, കുറേ കാര്യങ്ങൾ കാണണം, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, കുറേ കാര്യങ്ങൾ ചിന്തിക്കണം, അതിൽ നിന്ന് നന്മകളെടുത്ത് ജീവിതത്തിൽ പകർത്തണം. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിവരിച്ചു. ഈ മനസ്സിന് നന്മ വരുത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു. ഈ ജീവിതമെല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ, പെട്ടിക്കകത്ത് നമ്മുടെ ശരീരം വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടടയിൽ വിറകിൻ്റെ മുകളിൽ ശരീരം വയ്ക്കുമ്പോൾ ഓർമ്മിക്കുക, പുറകോട്ട് തിരിഞ്ഞ് ജീവനുള്ള ശരീരം ജീവനില്ലാത്ത ശരീരമാകുന്നതിന് മുമ്പ് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് ഈ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിച്ചൊന്ന് വിചാരിക്കാം. ആ മനസ്സിൽ തോന്നുന്ന സംതൃപ്തി അല്ലെങ്കിൽ ദുഃഖം തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ കട്ടിലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടക്കുന്നത്. അന്ന് തിരുത്താൻ സാധിക്കാത്തത് ഇന്ന് തിരുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കണം. എന്തെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിനെ സംതൃപ്തമാക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണം. ഞാൻ അവരോട് പറഞ്ഞു, ശരീരത്തിന് നല്ല ഓഫീസേഴ്സാണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്നവരാണ്. ഒരു കാരണവശാലും ശരീരത്തിന് മദ്യവും, കഴിയുമെങ്കിൽ നോൺ വെജിറ്റേറിയനും ഒഴിവാക്കാം, മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാം, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കാം, ജീവിതത്തെ ധന്യമാക്കി ശരീരത്തിന് ആരോഗ്യമുള്ള ഒരവസ്ഥ ഉണ്ടാക്കാം, നമ്മുടെ കുടുംബത്തെ ചൈതന്യവത്താക്കാം. എന്ത് കുറവുണ്ടെങ്കിലും അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഏത് വീട്ടിൽ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ലോകത്തിൽ രണ്ട് സ്വാതന്ത്ര്യം നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ കുറേയൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, കുറേയൊക്കെ, എല്ലാവർക്കും ഇല്ല. ആ സ്വാതന്ത്ര്യം നന്നായിട്ട് ഉപയോഗിക്കുക. അതേപോലെ നമ്മുടെ മനസ്സ് എങ്ങനെ നിലനിർത്തണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഈ രണ്ട് ഫാക്ടറാണ്. കുടുംബത്തിന് ആധാരമായ മനസ്സ്, കുടുംബത്തിന് ആധാരമായിട്ടുള്ള ഈ തിരഞ്ഞെടുക്കൽ, പാർട്ട്ണറെ തിരഞ്ഞെടുക്കൽ, ഇത് രണ്ടും ധന്യമാക്കിയിട്ട് ഓരോ മിനിറ്റും ആസ്വദിച്ച് ചിരിച്ചും ചിരിപ്പിച്ചും കൊണ്ട് ജീവിക്കാം. 48-50 വർഷത്തോളം എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് അഭിനയിച്ച ജഗതി ശ്രീകുമാർ കഴിഞ്ഞ 4.5 വർഷമായിട്ട് സ്വയം ചിരിക്കാൻ പോലും പറ്റാതെ കിടക്കുകയാണ് എന്നുള്ളത് മറക്കരുത്. കാരണം ഇന്നലെ ചിരിക്കാമായിരുന്നു എന്ന് ഇന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. സന്തോഷത്തോടുകൂടി കഴിഞ്ഞ മാസം ജീവിക്കാമായിരുന്നു എന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ദേഷ്യം വരും, വാശി തോന്നും, പക തോന്നും, വിദ്വേഷം തോന്നും, അഹങ്കാരം തോന്നും. അതൊക്കെ സ്വാതന്ത്ര്യമുള്ളതാണ്. പക്ഷെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല, വാശി നിലനിർത്തിക്കൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. കുറേശ്ശൊക്കെ ആവാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്, നമ്മുടെ സംസ്കാരത്തിൽ ഇന്ന് വരെയും നമ്മൾ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ഈ പ്രകൃതി നിലനിർത്തേണ്ടതിനെ നിലനിർത്തും, അല്ലാത്തതിനെ പ്രകൃതി അടിച്ചു തെറിപ്പിക്കും. അത് സത്യമാണ്. ഇന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഒന്നും വായിക്കാൻ ആൾക്കാരില്ലാതിരിക്കാൻ കാരണം അതൊന്നും
കാലഘട്ടത്തിൻ്റെ ധന്യതയ്ക്ക് യോജിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ മാറിയത്. അതൊന്നും സ്വീകരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. കാലഘട്ടത്തിന് യോജിച്ചതായതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും പുരാണങ്ങളും വേദങ്ങളും ഇന്നും നിലനിൽക്കുന്നത്. ആരും നിലനിർത്തിയിട്ടൊന്നുമല്ല. ആരും ഇത് നിലനിർത്താനുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ എടുത്തിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അത് നിലനിൽക്കേണ്ടത് പ്രകൃതിയുടെ കൂടി ആവശ്യമായതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ റഷ്യയിൽ സ്റ്റാച്യു ക്രെയിൻ ഉപയോഗിച്ച് പൊടിച്ച് മണ്ണിൽ കുഴിച്ചിട്ട മാതിരി അതെല്ലാം മാറും. കൂടി വന്നു കഴിഞ്ഞാൽ 50 വർഷം അല്ലെങ്കിൽ 30, 40, 50, 60, 70 വർഷം നിൽക്കും. അത് കഴിഞ്ഞ് അതിനെ മാറ്റും. ഓർമ്മിക്കുക, നിലനിൽക്കേണ്ടത് നിലനിൽക്കും. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു, ജീവിക്കും എന്നുള്ളതല്ല, ഇനി മുതൽക്ക് എങ്ങനെ ജീവിക്കണം. നമ്മളുടെ സാംസ്കാരിക മൂല്യങ്ങൾ കുറേ പഠിക്കുക. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിക്കുക. അന്ധമായിട്ട് പഠിക്കാതിരിക്കുക. അന്ധമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് സംശയങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ വിധത്തിൽ പഠിക്കാം. MBA ക്ലാസ്സിൽ ഞാൻ ഇരുന്നപ്പോൾ ഒരു 15 മിനിറ്റ് ആമയുടെയും മുയലിൻ്റെയും കഥയാണ് ഹാർവാർഡിൽ നിന്ന് MBA എടുത്ത് വന്ന ആളെ ഞങ്ങൾക്ക് പറഞ്ഞത്. ആ ചെറിയ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുന്ന മാതിരി അല്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആമയും മുയലും പന്തയം വെച്ചു. ആദ്യം ആമ ജയിച്ചു. 2ാമത്തെ ദിവസം വീണ്ടും പന്തയം വെച്ചു. മുയൽ ജയിച്ചു. 3ാമത്തെ ദിവസം ആമ വന്ന് പറഞ്ഞു നമുക്ക് പന്തയം വെക്കണമെന്ന്. മുയൽ ഓവർ ആത്മവിശ്വാസത്തിൽ ശരി പറഞ്ഞു. ഈ പന്തയം വെക്കുന്ന ഡിസ്റ്റൻസ്, അതിനിടയ്ക്ക് ഒരു തോടുണ്ടായിരുന്നു. അത് മുയൽ അറിഞ്ഞില്ല. അവിടം വരെ പോകുന്നതിനിടയ്ക്ക് ആമ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് കിടന്നു. ആമ ജയിച്ചു. 4ാമത്തെ പ്രാവശ്യം അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഇനി പന്തയം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സഹകരിച്ച് ജീവിക്കാം. നമ്മൾ ഒരുമിച്ച് പോകും, ഫ്രണ്ട്സാണ്. നിനക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഞാൻ നിന്നെ ആശ്രയിക്കാം, എനിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നീ എന്നെ ആശ്രയിച്ച് നമുക്ക് പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ. ഇത് ആമയും മുയലും പറഞ്ഞതല്ല, ഇത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്. പരസ്പരം സഹകരിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെയാണ് ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കൊടുത്തത്. ഈ സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥയും മസിൽ പവർ അല്ല പല സ്ഥലത്തും ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നത്, യുക്തിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതായിരുന്നു ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കൊടുത്തത്. അല്ല, സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കൊടുത്തത്. അപ്പം ഏത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞു, വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പഠിക്കുക, ധന്യമായിട്ട് പഠിക്കുക. എന്നിട്ടത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. നമ്മുടെ ജീവിത സാംസ്കാരികമായിട്ടുള്ള ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. പക്ഷെ ആ ഭാഗവത സപ്താഹം ആൾക്കാർ കേൾക്കാൻ വരുന്നില്ല എന്നുള്ളതിനേക്കാളുപരി അത് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. പക്ഷെ കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയൊരു മാറ്റത്തിന് ക്ഷേത്രാന്തരീക്ഷത്തിൽ മാറ്റം വരുത്തുന്നതിന് ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. നമ്മൾ എന്നും ഓർമ്മിക്കുക, ഞാൻ SBI ഓഫീസർമാരോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഞാൻ ശരിക്കും ഭഗവത്ഗീത കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, എവിടെയൊക്കെ ഞാൻ തളരുമ്പോഴും ഭഗവത്ഗീതയാണ് എനിക്ക് സ്വാധീനമായിട്ട് വരുന്നത്, എനിക്ക് ശക്തിയായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു തരത്തിൽ ഇത്രയും ഓഫീസർമാർക്ക് ഭാരതീയ പൈതൃകം അനുസരിച്ച് തന്നെയാണ് ക്ലാസ് എടുത്തത്. അവസാനം ഞാൻ ആ ക്ലാസ്സിൽ ഓരോരുത്തരുടെ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കാണുന്നത് പറഞ്ഞു, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുന്നത് പറഞ്ഞു, RCCയിൽ കാണുന്നത് പറഞ്ഞു, ഈ രോഗികളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്, ഡെങ്കിപ്പനി വന്നിട്ട് ആശുപത്രികൾ അങ്ങ് ഫുള്ളായിരിക്കുക. ഒരു സ്ഥലത്ത് മെട്രോ ഉദ്ഘാടനം ചെയ്തു, മറ്റു സ്ഥലത്ത് കേരളത്തിലെ രോഗികൾ ഇങ്ങനെ ആശുപത്രിയിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ദുഃഖങ്ങളാണ്. സന്തോഷം മാത്രമല്ല, ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ 2 സോറോസ് എന്ന് സായിബാബ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് 2 ദുഃഖങ്ങൾക്ക് ഇടയ്ക്കുള്ള ഇന്റർവെല്ലാണ്. അപ്പം ഇതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്രാവശ്യവും. ഒരു 3 ആഴ്ച മുമ്പ് അതേ വേദിയിൽ വേറൊരു ഗ്രൂപ്പിന്
അന്ന് അത്രയും അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ല, ഇന്ന് അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു സംഭവമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു 35 വർഷം ഞാനിവിടെ എത്രയോ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്, ആ ട്രെയിനിങ്ങിൽ ഒന്നും കിട്ടാത്തതാണ് ഇന്ന് ഈ 1.5 മണിക്കൂർ കൊണ്ട് കിട്ടിയത്. കുറേ പേര് പറഞ്ഞു. ഞാനത് നമ്പർ കൂട്ടിയാൽ എന്നെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏത് ജാതിയിലോ മതത്തിലോ ഇസത്തിലോ പെട്ടവരാണെങ്കിലും ശരി, നമ്മൾ ഈ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ യൂസ്ഫുൾ ആക്കാനായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഭംഗിയായിട്ട് അവരത് സ്വീകരിച്ചത്. പിന്നെ സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വേണ്ടി പ്രവർത്തിക്കണം. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞു. നമ്മുടെ ഈ RCCയിലെ ഒരു ഡോക്ടറുണ്ട്, ഓങ്കോളജിസ്റ്റ്. ഇദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, ഗോപാലകൃഷ്ണൻ സാറേ, ക്യാൻസർ രോഗികൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പൈസ കൊടുക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് ചെന്ന് കൊടുക്കുകയാണെങ്കിൽ കഴിയുന്നത് ഹിന്ദുക്കൾക്ക് കൊടുക്കും, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആരായാലും കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ എന്നുണ്ടോ സാറേ എന്നോട് അദ്ദേഹം ചോദിച്ചു. മിനിങ്ങാന്ന് ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് 10,000, 14,000, 15,000 കോടി രൂപ വിദേശത്തു നിന്ന് വരുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് എത്ര കോടിയാണ് വരുന്നത് എന്നുള്ളത് പുറത്തൊന്നും അറിയാതെ അവർക്കും വരുന്നുണ്ട്. പക്ഷെ ഹിന്ദുക്കൾക്ക് ഒന്നും വരണില്ല. കൂടി വന്നു കഴിഞ്ഞാൽ 1000, 10,000, 1 ലക്ഷത്തിലോ അപ്പുറം കടക്കില്ല. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കൊടുക്കുകയാണെങ്കിൽ ഹിന്ദു സ്ഥാപനങ്ങൾ കൊടുക്കാം, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആർക്കും കൊടുക്കാം. ഇതാണ് നമ്മുടെ പോളിസി. തുറന്നു പറഞ്ഞു. ഞാനൊരു മുസ്ലിം സ്ത്രീ അയക്കട്ടെ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് അയക്കണം സാർ, സാറിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ 5000 രൂപ അപ്പം കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ 14,800 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളും തരുന്ന പൈസ ക്യാഷായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കൊടുക്കും. 5000 രൂപ. ഒരു ഇഞ്ചക്ഷൻ മതി, 4000 മതി എന്ന് സാർ എഴുതുകയാണെങ്കിൽ 4000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 5000 രൂപ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു, വളരെ ഭംഗിയായിട്ട്. ഞാൻ ഇവിടെ പറഞ്ഞു, SBIയിൽ പറയുകയുണ്ടായി. ഒരാൾ ഓങ്കോളജിസ്റ്റിനെ കാണാൻ, ഈ ഡോക്ടറെ കാണാൻ വന്നു. ഇതൊരു മുസ്ലിമാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. മുസ്ലിമാണ്, നല്ല റിച്ചാണ്. അപ്പോൾ ഈ ഡോക്ടർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടംമാതിരി പൈസ ഉണ്ടല്ലോ, പാവപ്പെട്ടവർ ധാരാളം പേര് ഇവിടെ ക്യാൻസറുമായിട്ട് വരുന്നുണ്ട്, അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് വെറുതെ ചോദിച്ചു അത്രേ. ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. പോയിട്ട് 1 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടാണ് വന്നത്. 15 മിനിറ്റിന് പുറത്തു പോയി ചെക്ക് ലീഫ് എടുത്തു, ഇവിടെ കൊണ്ടുവച്ചു. ഈ ഡോക്ടർ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇരിങ്ങാലക്കുടയിലെ സേവാഭാരതി യൂണിറ്റിനാണ് ഞാൻ ഈ പൈസ കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, സാർ, ഈ ചെക്ക് സാറിനെ ഏൽപ്പിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വമേ എനിക്കുള്ളൂ, പിന്നെ അത് സാറ് ആർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത്ര ഇത്ര വലിയ മനസ്സാണ് അദ്ദേഹം. ഒരു മുസ്ലിം പേരിൻ്റെ ഉടമസ്ഥനാണ്. എത്ര വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെതെന്ന് ഈ ഡോക്ടർ പറയായിരുന്നു. അതേപോലെ ആ ഡോക്ടർ വീണ്ടും പറഞ്ഞൊരു വരിയുണ്ട്. ഈ തിരുവനന്തപുരത്തെ ഉള്ളൂരിലുള്ള മെട്രോ സ്കാനിംഗുകാര് ഒരു MRI എടുത്തു കഴിഞ്ഞാൽ 4,000 രൂപ കമ്മീഷൻ കൊടുക്കും. ഈ ഡോക്ടർ ഒരിക്കലും കമ്മീഷൻ വാങ്ങിക്കില്ല. ഈ ഡോക്ടറുടെ ടീച്ചറുണ്ട്, ഗുരു ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു അത്രേ, ഈ മെട്രോക്കാരും ബാക്കിയുള്ളവരും നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നത് അവരുടെ പൈസ എന്നല്ല, അത് ജനങ്ങളുടെ പൈസ എന്നാണ്. അത് വാങ്ങിക്കാതിരിക്കരുത്. വാങ്ങിച്ചിട്ട് ശരിക്കും ബുദ്ധിമുട്ടുന്ന പാവങ്ങൾക്കായിട്ട് കൊടുക്കാം. പാവങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് നേരിട്ട് കൊടുപ്പിക്കാം. നേരിട്ട് കൊടുപ്പിച്ചാൽ അവർ കൊടുക്കില്ല. കാരണം നിങ്ങൾ കൈകൊണ്ട് തൊടണ്ട, ഇപ്പോൾ നിങ്ങൾ നിലനിർത്തിയിരിക്കുന്ന വ്രതം പോലെ നിലനിർത്തുക. പക്ഷെ അത് ഈ പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാനായിട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ വാങ്ങിക്കാറില്ല എന്ന ആ നീതിശാസ്ത്രത്തിന് ഇത് എതിരല്ലേ? വാങ്ങിച്ചു കൊടുക്കുന്നത് ആർക്കാണെന്നുള്ളതല്ല, വാങ്ങിച്ചു എന്ന് വരില്ലേ? അങ്ങനെ ഒരു തെറ്റ് വലിയൊരു ശരിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ SBI ഓഫീസർമാരോട് പറഞ്ഞു. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല മാറ്റമുള്ളതായിട്ട് അവർ തന്നെ പറഞ്ഞു. ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യാം.
ഇന്നലെ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം, നാളെ ചെയ്യാൻ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് SBI ഓഫീസർമാരോട് പറഞ്ഞു. വളരെ ധന്യമായിട്ടുള്ളൊരു അന്തരീക്ഷം. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ഇത് പങ്കെടുത്തവരിത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് അവർ പോയത്. അതായത് ഇത്രയും കാലം 30-35 വർഷം വരെ ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന്. വളരെ സീനിയർ, റിട്ടയർ ആവാത്ത വളരെ സീനിയർ ആൾക്കാരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ സൈഡിൽ അധ്യക്ഷന്റെ രൂപത്തിൽ ഇരിക്കുകയല്ല ചെയ്ത്, ഏറ്റവും പുറകിൽ ചെന്ന് കസേരയിൽ ഇരിക്കുക ചെയ്ത് വലിയൊരു മാറ്റം കണ്ടു. ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജന്മം സഫലമാകട്ടെ എന്ന് അവിടെ പറഞ്ഞത് നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.